ഹലോ ഗുഡ് ഈവനിങ് എവരിവൺ. ഇത് മലയാളം സെഷനാണ്. ആർക്കെങ്കിലും ദോസ് ഹു വാണ്ട് ടു ഗോ ടു അനദർ സെഷൻ, ഇംഗ്ലീഷ് സെഷൻ, ദാറ്റ്സ് ഇൻ ദ ടാലി ഓഡിറ്റോറിയം ഇൻ ദ ഫസ്റ്റ് ഫ്ലോർ. സോ ഇന്നത്തെ മീറ്റിങ്ങിൻ്റെ അനുഗ്രഹത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ആദ്യം തന്നെ കടന്നു വന്ന എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തു നാമത്തിൽ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. ആദ്യത്തെ സെഷൻ നമ്മുടെ കഴിഞ്ഞ രണ്ടാം സെഷനിലേക്ക് നാം വന്നിരിക്കുകയാണല്ലോ. ഇന്നത്തെ മീറ്റിങ്ങിൻ്റെ അനുഗ്രഹത്തിനായിട്ട് ആദ്യം പ്രാർത്ഥിക്കുന്നതായിരിക്കും. അതിനുശേഷം മ്യൂസിക്, രണ്ട് സഹോദരങ്ങൾ പാട്ട് ലീഡ് ചെയ്യും. അതിൻ്റെ ശേഷമായിട്ട് റോയ് മാത്യൂസ് രണ്ടാം സെഷൻ കം ആൻഡ് ഫോളോ മീ എന്നുള്ള വിഷയത്തെ ആസ്പദമാക്കി സംസാരിക്കുന്നതായിരിക്കും. ഇത് മലയാളം സെഷനാണ്. ജോജൻ ബ്രദർ പ്രാർത്ഥിച്ച് ഈ മീറ്റിംഗ് ആരംഭിക്കുന്നതായിരിക്കും. ബ്രദർ ജോജൻ സാം. നമുക്ക് പ്രാർത്ഥിക്കാം. അടികളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന സ്വർഗീയപിതാവേ, ഈ സന്ധ്യയ്ക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഈ കോൺഫറൻസിൻ്റെ രണ്ടാമത്തെ സെഷനിലേക്ക് അടിയങ്ങൾക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. കർത്താവേ, പല സ്ഥലങ്ങളിൽ നിന്നും യാത്ര ചെയ്ത് ക്ഷേമത്തോടെ എല്ലാവർക്കും ഇവിടെ വരുവാനും, കർത്താവേ, നീ കൊടുത്ത യാത്രാക്ഷേമത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ നാളുകളിൽ ഞങ്ങളെ നടത്തിയ എല്ലാ വിധങ്ങൾക്കായും സ്തോത്രം. കർത്താവേ, ഇന്ന് ഇവിടെ നിൻ്റെ ദാസന്മാർ കൂട്ടി വരുത്തിയതിനാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പല സ്ഥലങ്ങളിൽ നിന്നും അടിയങ്ങൾക്ക് ഇവിടെ ആയിരിക്കാനായിട്ട് അവിടുന്ന് ഇടയാക്കിയല്ലോ. അവിടുത്തെ വചനത്തിനായി സ്തോത്രം. നിൻ്റെ വചനം ഞങ്ങളുടെ കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശ് ആയിരിക്കാൻ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പ്രത്യാൽ റോയ് സഹോദരനെ നിൻ്റെ കരങ്ങളിൽ ഫലമേൽപ്പിക്കുന്നു. പ്രിയദാസൻ പല സ്ഥലങ്ങളിൽ ട്രാവൽ ചെയ്ത് കർത്താവെ ഈ പ്രദേശത്ത് വരുവാനും കർത്താവെ ഈ കോൺഫറൻസിൽ സംബന്ധിപ്പാനും അവിടുന്ന് ഇടയാക്കിയതിനാൽ സ്തോത്രം. പ്രത്യാൽ നിൻ്റെ ദാസനെ നിൻ്റെ കരങ്ങളിൽ ഫലമേൽപ്പിക്കുന്നു. ഇന്ന് ഞങ്ങൾക്ക് അവിടുത്തെ വചനം നീ അവിടുന്ന് നൽകി തരേണ്ടതിനായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഇവിടെ ആയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അടിയങ്ങൾ നിൻ്റെ കരങ്ങളിൽ ഫലമേൽപ്പിക്കുന്നു. അടിയങ്ങൾ അല്പസമയം ഏകാഗ്രചിന്തയോടെ ഇരുന്ന് അവിടുത്തെ വചനത്തിൽ നിന്ന് ശ്രമിക്കുവാനും ഞങ്ങൾ കേൾക്കുന്ന വചനം, പഠിക്കുന്ന വചനം കർത്താവേ ഞങ്ങളുടെ ക്രിസ്തീയ ജീവിതത്തിന് കൂടുതൽ മുതൽക്കൂട്ടായി തീരുവാനായിട്ട് അവിടുന്ന് സഹായിക്കണമേ. എല്ലാവരെയും നിൻ്റെ കരങ്ങളിൽ തരമേൽപ്പിക്കുന്നു. മാനമഹത്വവും അവിടുന്ന് തന്നെ എടുത്തുകൊള്ളണമേ. എല്ലാം യേശു ക്രിസ്തുവിൻ്റെ വലിയ നാമത്തിൽ കൃപയുണ്ടായി സ്വീകരിക്കുമാറാണമേ. ആമേൻ. നമുക്ക് എല്ലാവർക്കും വളരെ സുപരിചിതമായ ഒരു പാട്ടുപാടി തന്നെ നമുക്ക് തുടങ്ങാം. സോങ് നമ്പർ 1. അവിടെ പറവകൾക്ക് ആഹാരം നൽകുന്ന, പുകയുന്ന തിരിയെ കെടുത്തിക്കളയാത്ത, കുരുടൻ്റെ കണ്ണിനെ തുറന്ന ഈ കർത്താവിനെ പോലെ വേറെ ആരുമില്ല എന്ന് നമ്മൾ പാടാൻ പോവുകയാണ്. ദേവാധി ദേവസുതൻ, കൃപയും ദയയും കൃപയും നിറഞ്ഞവൻ. നമുക്കെല്ലാവർക്കും ചേർന്ന് കൈകളടിച്ച് പാടാം. ദേവസുതൻ, ദയയും കൃപയും നിറഞ്ഞവൻ, പാരിലിതുപോൽ വേറാരുമില്ല, കരുവാനായി കൈവിടാതെന്നും. പാരിലിതുപോൽ വേറാരുമില്ല, കരുവാനായി കൈവിടാതെന്നും. ദേവാധി ദേവസുതൻ, ദയയും കൃപയും നിറഞ്ഞവൻ, ദേവാധി ദേവസുതൻ, ദയയും കൃപയും നിറഞ്ഞവൻ. പറവകൾക്കാഹാരം നൽകുവോനാ, മറന്നിടാതെന്നെയും പോറ്റിയിടുമേ. പറവകൾക്കാഹാരം നൽകുവോനാ, മറന്നിടാതെന്നെയും പോറ്റിയിടുമേ.
ദേവസുതൻ ദയയും കൃപയും നിറഞ്ഞവൻ. എല്ലാവരും കുറച്ചുകൂടെ ശബ്ദത്തിൽ ഉറക്കെ പാടാം, കരങ്ങളടിക്കാം. പുകയുന്ന തിരികളെ കെടുത്താത്തവൻ തകർന്നയൻ ഹൃദയത്തെ നലമാക്കുമേ. പുകയുന്ന തിരികളെ കെടുത്താത്തവൻ തകർന്നയൻ ഹൃദയത്തെ നലമാക്കുമേ. ആരിലിതുപോൽ വേറാരുമില്ല കരുതുവാനായി കൈവിടാതെ. ആരിലിതുപോൽ വേറാരുമില്ല കരുതുവാനായി കൈവിടാതെ. ദേവാധി ദേവസുതൻ ദയയും കൃപയും നിറഞ്ഞവൻ. ദേവാധി ദേവസുതൻ ദയയും കൃപയും നിറഞ്ഞവൻ. കുരുടരിൻ കണ്ണുകളെ തുറന്നവനാ, കുരുടരെ നടത്തിയ വല്ലഭനാ. കുരുടരിൻ കണ്ണുകളെ തുറന്നവനാ, കുടന്തരെ നടത്തിയ വല്ലഭനാ. ആരിതുപോൽ വേറാരുമില്ല കരുതുവാനായി കൈവിടാതെ. ആരിതുപോൽ വേറാരുമില്ല കരുതുവാനായി കൈവിടാതെ. ദേവാധി ദേവസുതൻ ദയയും കൃപയും നിറഞ്ഞവൻ. ദേവാധി ദേവസുതൻ ദയയും കൃപയും നിറഞ്ഞവൻ. വരുന്നവൻ പ്രതിഫലം തന്നിടുവാൻ, ദുരിതങ്ങൾ തീർത്തന്നെ ചേർത്തിടുവാൻ. വരുന്നവൻ പ്രതിഫലം തന്നിടുവാൻ, ദുരിതങ്ങൾ തീർത്തന്നെ ചേർത്തിടുവാൻ. ആരിലിതുപോൽ വേറാരുമില്ല കരുതുവാനായി കൈവിടാതെ. ആരിലിതുപോൽ വേറാരുമില്ല കരുതുവാനായി കൈവിടാതെ. ദേവാധി ദേവസുതൻ ദയയും കൃപയും നിറഞ്ഞവൻ. ദേവാധി ദേവസുതൻ ദയയും കൃപയും നിറഞ്ഞവൻ. അടുത്തതായിട്ട് നമുക്കൊരു പാട്ടും കൂടെ പാടാം, സോങ് നമ്പർ 9. അത് നമുക്കെല്ലാവർക്കും വളരെ സുപരിചിതമായ പാട്ടാണ്. നമ്മുടെ ഹൃദയങ്ങളെ വളരെയധികം ധൈര്യപ്പെടുത്തിയിട്ടുള്ള ഒരു ഗാനമാണ്. ലോകമാം ഗംഭീരവാരതിയിൽ വിശ്വാസക്കപ്പലിൽ ഓടിയിട്ട് നിത്യ വീടൊന്നുണ്ട്, അവിടെ എത്തി കർത്തനോടുകൂടെ വിശ്രമിക്കും. യാത്ര ചെയ്യും ഞാൻ ക്രൂശെ നോക്കി, യുദ്ധം ചെയ്യും ഞാൻ യേശുവിനായി. നമുക്ക് ഒരു സമർപ്പണത്തോടെ ഈ ഗാനം പാടാം. നമുക്ക് ഒരുമിച്ച് എല്ലാവരുടെയും ശബ്ദം ഉയർന്ന് കേൾക്കുന്നത് പോലെ നമുക്ക് ഈ ഗാനം പാടാം. ഗംഭീരവാരിധിയിൽ വിശ്വാസക്കപ്പലിലോടിയിട്ട് നിത്യ വീടൊന്നുണ്ട്, വീടയെത്തി കർത്തനോടു കൂടെ വിശ്രമിപ്പാൻ. യാത്ര ചെയ്യും ഞാൻ ക്രൂശെ നോക്കി, യുദ്ധം ചെയ്യും ഞാൻ യേശുവിനായി.
ചെയ്യും ഞാൻ ക്രൂശേ നോക്കി, യുദ്ധം ചെയ്യും ഞാൻ യേശുവിനായി, ജീവൻ വച്ചിടും രക്ഷകനായി, അന്ത്യശ്വാസം വരെയും. കാലം കഴിയുന്നു, നാളുകൾ പോയി, കർത്താവിൻ വരവു സമീപമായി, മഹത്വനാമത്തെ കീർത്തിപ്പാനായി, ശക്തീകരിക്ക നിന്നാത്മാവിനായി. കാലം കഴിയുന്നു, നാളുകൾ പോയി, കർത്താവിൻ വരവു സമീപമായി, മഹത്വനാമത്തെ കീർത്തിപ്പാനായി, ശക്തീകരിക്ക നിന്നാത്മാവിനായി. യാത്ര ചെയ്യും ഞാൻ ക്രൂശേ നോക്കി, യുദ്ധം ചെയ്യും ഞാൻ യേശുവിനായി, ജീവൻ വച്ചിടും രക്ഷകനായി, അന്ത്യശ്വാസം വരെയും. യാത്ര ചെയ്യും ഞാൻ ക്രൂശേ നോക്കി, യുദ്ധം ചെയ്യും ഞാൻ യേശുവിനായി, ജീവൻ വച്ചിടും രക്ഷകനായി, അന്ത്യശ്വാസം വരെയും. പൂർവപിതാക്കളമപ്പോസ്തലർ ദൂരമേ ദർശിച്ചീ ഭാഗ്യദേശം, ആകയാൽ ഖേദമെന്നെണ്ണി ലാഭം, അന്യരെന്നെണ്ണി ലോകമതിൽ. പൂർവപിതാക്കളമപ്പോസ്തലർ ദൂരമേ ദർശിച്ചീ ഭാഗ്യദേശം, ആകയാൽ ഛേദമെന്നെണ്ണി ലാഭം, അന്യരെന്നെണ്ണി ലോകമതിൽ. ചേർന്ന് പാടാം. യാത്ര ചെയ്യും ഞാൻ ക്രൂശേ നോക്കി, യുദ്ധം ചെയ്യും ഞാൻ യേശുവിനായി, ജീവൻ വച്ചിടും രക്ഷകനായി, അന്ത്യശ്വാസം വരെയും. യാത്ര ചെയ്യും ഞാൻ ക്രൂശേ നോക്കി, യുദ്ധം ചെയ്യും ഞാൻ യേശുവിനായി, ജീവൻ വച്ചിടും രക്ഷകനായി, അന്ത്യശ്വാസം വരെയും. ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാവർക്കും മലയാളം മനസ്സിലാവുമെന്ന് വിശ്വസിക്കുന്നു. ദർ ഇസ് എ ഇംഗ്ലീഷ് സെഷൻ, സെയിം സബ്ജക്റ്റ്. ദോസ് ഹു ഡു നോട്ട് അണ്ടർസ്റ്റാൻഡ് ദ മലയാളം പ്രോപ്പർലി, they can go to attend another session in the main auditorium. മലയാളത്തിലാണ് ഈ സെഷൻ മൊത്തമായിട്ടുള്ളത്. അതുകൊണ്ട് ഇന്ന് കർത്താവിൻ്റെ ദാസൻ റോയ് മാത്യു, അദ്ദേഹത്തെ മിക്കവാറും എല്ലാവർക്കും തന്നെ പരിചയമുണ്ട് എന്ന് വിശ്വസിക്കുന്നു. മൈലപ്രായിൽ സഭയോടുള്ള ബന്ധത്തിലും അവിടുത്തെ സുവിശേഷനായിട്ടും അതുപോലെ വിവിധ ബൈബിൾ സ്കൂളുകൾ നമ്മൾ ഇത് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ബൈറ്റ് സൈഡിൽ തന്നെക്കുറിച്ച് ചെറിയൊരു ബ്രീഫ്
ഇൻട്രൊഡക്ഷൻ ഉണ്ട്. റോയ് മാത്യു ഈസ് എ കമൻഡഡ് വർക്കർ ആൻഡ് ബൈബിൾ ടീച്ചർ കറൻ്റ്ലി ഇൻ ഫെലോഷിപ്പ് വിത്ത് ദ സെയിൻസ് ഇൻ ക്രിസ്ത്യൻ ബ്രദറൻ ചർച്ച് മൈലപ്ര. മൈലപ്രയിൽ കർത്താവിൻ്റെ വേലയിൽ അവിടെയും, അതുപോലെ പത്തനംതിട്ട ബൈബിൾ സ്കൂളിലും സ്റ്റിവാർഡ് ബൈബിൾ കോളേജിലും അതുപോലെ വിവിധ സ്ഥലങ്ങളിൽ യാത്ര ചെയ്ത് ദൈവവചനം പഠിപ്പിക്കുകയും പല മിനിസ്ട്രിയിൽ തന്നെ ഇൻവോൾവായിട്ട് ഇരിക്കുന്നു. ഈ ആദ്യത്തെ സെഷനിൽ ഇംഗ്ലീഷിലായിരുന്നു കഴിഞ്ഞ പ്രാവശ്യത്തെ സെഷൻ നടന്നത്. എന്നാൽ ഇന്നത്തെ ഈ രണ്ടാം സെഷനിൽ മലയാളത്തിലാണ് ദൈവവചനം ശുശ്രൂഷിക്കാനായിട്ട് പോകുന്നത്. രണ്ടാം സെഷനിൽ കമാൻ ടേക്ക്, രണ്ടാം സെഷനിലേക്ക് നമ്മൾ വരുമ്പോഴേ അതിൻ്റെ തീം ഇവിടെ വിശദമായിട്ട് പാടുന്നുണ്ട്. തീമിനെ ആസ്പദമാക്കിയാണ് കമാൻ ഫോളോ മീ, വരിക എന്നെ അനുഗമിക്ക എന്നുള്ള വിഷയത്തെ ആസ്പദമാക്കിയാണ് സംസാരിക്കാനായിട്ട് പോകുന്നത്. നേരത്തെ യോഹന്നാൻ സ്നാപകൻ അതുപോലെ കർത്താവായ യേശു ക്രിസ്തുവിനെ 1-ാം അധ്യായത്തിൽ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് കഴിഞ്ഞ സെഷനിൽ താൻ പറയുകയുണ്ടായി. അത് അവിടെ തന്നെ നദനയിൽ അവിടെ തന്നെ പറയുന്നുണ്ട്, വന്നു കാൺമീൻ നസ്രയത്തിൽ നിന്ന് വല്ല നന്മയുണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് യേശുവിനെ അനുഗമിക്കുന്നതായിട്ട് നമ്മൾ 1-ാം അധ്യായത്തിൽ കാണുന്നത്. യോഹന്നാൻ സ്നാപകൻ കർത്താവായ യേശു ക്രിസ്തുവിനെ അവിടെ അവതരിപ്പിക്കുന്നു. ഇതാ ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടെന്ന് പറഞ്ഞ് അവതരിപ്പിച്ചുകൊണ്ട് അത് എന്നിട്ട് യോഹന്നാൻ്റെ ശുശ്രൂഷ ചില സമയം കഴിഞ്ഞിട്ട് മാറ്റിക്കൊണ്ട് കർത്താവായ യേശു, ഞാൻ ആ ഒരു പ്രസംഗത്തിനോട് പോയല്ല, രണ്ടാം സെഷനിലേക്ക് വരുമ്പോഴേ കമ്മാൻ ഫോളോ മീ എന്നുള്ള വിഷയത്തെ ആസ്പദമാക്കിയാണ് താൻ സംസാരിക്കുവാനായിട്ട് പോകുന്നത്. നമ്മൾ അറിയാമല്ലോ തീമിൽ തന്നെ യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായം 27-ാം അധ്യായത്തിൽ തീം വചനത്തിൽ നിന്നാണ് ഈ എല്ലാ സെഷനും സംസാരിക്കുവാനായിട്ട് പോകുന്നത്. അടുത്ത നാളെ രാവിലെയും ഉച്ച കഴിഞ്ഞും ഇതിൻ്റെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾക്ക് കേൾക്കുവാനായിട്ട് സാധിക്കും. പ്രാർത്ഥനയോടുകൂടി ഇരിക്കുകയും ദൈവവചനം അവിടെ ദാസനിൽ ധാരാളമായി ഈ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ സംസാരിക്കുവാനും നമ്മൾ കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും കേവലം ഒരു കോൺഫറൻസിന് വന്നു എന്നല്ല, അതിൽ വന്നതിൻ്റെ പ്രയോജനം ഉണ്ടായി. അത് നമ്മുടെ സ്ഥലം സഭകളിലും നമ്മുടെ സമൂഹത്തിൽ നമ്മൾ എവിടെ പോകുന്നു അവിടെയൊക്കെ കർത്താവിൻ്റെ ദാസന്മാരായിട്ട് നിൽക്കുവാനായിട്ട് ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. പാട്ടുപാടിയ മ്യൂസിക് ടീമിന് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഇതിനുശേഷം ഏറ്റവും കൺക്ലൂഡിംഗ് പ്രയർ ബ്രദർ ജോൺ തോമസ് ആണ് ചെയ്യുന്നത്. അതും മൈലപ്രായിന്ന് ഉള്ള ദൈവദാസനാണ്. മധ്യപ്രദേശിലെ കർത്താവിൻ്റെ വേലയിലിരിക്കുന്ന ബ്രദർ ജോൺ തോമസ് ആണ് അവസാനമായിട്ട് പ്രാർത്ഥിക്കുന്നതിന്. പിന്നിൽ എന്തെങ്കിലും സമയമുണ്ടെങ്കിൽ അനൗൺസ്മെൻറ്റ് കാര്യങ്ങൾ പിന്നീട് അറിയിക്കുന്നതായിരിക്കും. ബ്രദർ റോയ് മാത്യൂസിനെ ഇന്നത്തെ സെഷനിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളു. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നിങ്ങൾക്കെല്ലാവർക്കും സ്നേഹവന്ദനം. ഇങ്ങനെ നമുക്കൊരുമിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ കൂടി വന്ന് ദൈവവചനം ഒരുമിച്ച് ചിന്തിക്കുവാൻ, പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ ഇരിക്കുവാൻ ദൈവം വളരെ കൃപ നൽകി. എനിക്ക് ഇങ്ങനെ കർത്താവ് ഒരവസരം നൽകി എന്നുള്ളത് ഞാൻ വളരെ താഴ്മയോടെ ദൈവസന്നിധിയിൽ ഓർക്കുകയാണ്. കർത്താവിനോട് നന്ദി ഉള്ളത് ഞാൻ ഈ തരുണത്തിൽ ഓർപ്പിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയുടെ പിൻബലത്താലും ഈ ശുശ്രൂഷ ദൈവം അനുഗ്രഹിക്കും എന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടുകൂടെ നമുക്ക് ദൈവവചന പഠനത്തിനായിട്ട് നമ്മുടെ ശ്രദ്ധയെ തിരുവചനത്തിലേക്ക് തിരിക്കാം. കഴിഞ്ഞ സെഷനിൽ യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ പ്രാരംഭ വാക്കുകളിൽ നിന്ന് ചില കാര്യങ്ങൾ നാം ശ്രദ്ധിക്കുകയായിരുന്നു. അതിനോട് ചേർത്തും അതിനോട് തുടർന്നും ചില കാര്യങ്ങൾ ചിന്തിക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 38-ാമത്തെ വാക്യത്തിൽ നിന്ന് തന്നെ തുടർന്ന് ചില കാര്യങ്ങൾ പറഞ്ഞ് ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയത്തിലേക്ക് വരണം എന്നാണ് എൻ്റെ ഹൃദയത്തിൽ പ്രേരണ ലഭിച്ചിരിക്കുന്നത്. അതിൻ്റെ 1-ാം അധ്യായം 38-ാമത്തെ വാക്യം നാം പ്രാരംഭത്തിൽ രാവിലെ വായിച്ചു. ഈ വാക്കുകളുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ 38-ാമത്തെ വാക്യത്തിൻ്റെ പ്രത്യേകത ഇങ്ങനെയാണ്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ കർത്താവ് ആദ്യം പറഞ്ഞിരിക്കുന്ന, കർത്താവിൻ്റെ ശബ്ദം ആദ്യമായിട്ട് റെക്കോർഡ് ചെയ്തിരിക്കുന്നതാണ് ഈ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്. കർത്താവ് ഭൂമിയിൽ വന്ന് ആദ്യം പറഞ്ഞ വാക്കുകളായിട്ട് യോഹന്നാൻ അവതരിപ്പിക്കുകയാണ്. ഞാനത് വായിക്കുമ്പോൾ നമുക്ക് ശ്രദ്ധയോടെ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കാം. കർത്താവിനെ
ലോകത്തിൻ്റെ പാപപരിഹാരകനായിട്ട് കണ്ട് കർത്താവിനെ അനുഗമിച്ച് കർത്താവിൻ്റെ വാക്കുകൾ കേൾക്കുന്ന സന്ദർഭമാണ് നാം ഇവിടെ വായിച്ചത്. കർത്താവ് ചോദിച്ച ചോദ്യം ഇങ്ങനെയാണ്, 38-ാമത്തെ വാക്യം. യേശു തിരിഞ്ഞ് അവർ പിന്നാലെ വരുന്നത് കണ്ട് അവരോട്, നിങ്ങൾ എന്ത് അന്വേഷിക്കുന്നു എന്ന് ചോദിച്ചു. ഈ ചിന്തയുടെ അടിസ്ഥാന വാക്കുകളായിട്ടിരിക്കട്ടെ. നാം എല്ലാവരും നമ്മുടെ തിരക്കിൽ നിന്ന് സമയം കണ്ടെത്തി ചിലവിട്ട് ദൈവസന്നിധിയിലിരിക്കുകയാണ്. രാത്രി കർത്താവിന് നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമായിട്ട് ഇതിരിക്കുന്നു. കോൺഫറൻസിന് വന്നു, നിങ്ങൾ എന്ത് അന്വേഷിക്കുന്നു എന്ന് പറഞ്ഞാൽ, നമ്മോടുള്ള പ്രായോഗിക തലത്തിൽ നമ്മൾ വായിച്ചാൽ, ഈ കോൺഫറൻസിന് വന്നതുകൊണ്ട് നിൻ്റെ ഉദ്ദേശം എന്താണ്? നീ എന്തന്വേഷിച്ചാണ് ഈ മീറ്റിങ്ങിന് വന്നിരിക്കുന്നത് എന്ന് കർത്താവ് നമ്മോട് ചോദിക്കുന്നത് പോലെ ചോദിച്ചത് ഇങ്ങനെയാണ്, നിങ്ങളിപ്പോൾ എന്നെ അനുഗമിക്കുന്നത് നല്ല ഒരു കാര്യം തന്നെയാണ്. എന്നാൽ നിങ്ങളെന്നെ അനുഗമിക്കുന്നതിൻ്റെ പിന്നിലെ നിങ്ങളുടെ ആഗ്രഹം എന്താണ്? നിങ്ങൾ എന്ത് കണ്ടിട്ടാണ് എന്നെ അനുഗമിക്കുന്നത്? അവർ പറഞ്ഞ ഉത്തരം വളരെ ശ്രദ്ധേയമാണ്. റബി, നീ എവിടെ പാർക്കുന്നു? ഞങ്ങൾ ഇതുവരെ കഴിഞ്ഞ നാളുകളിലൊക്കെ യോഹന്നാൻ എന്ന വലിയ പ്രവാചകനെ കണ്ടു. അദ്ദേഹത്തിൽ നിന്ന് നിരവധി കാര്യങ്ങൾ കേട്ടു. അദ്ദേഹം പറഞ്ഞ വാക്കുകൾ വളരെ ശ്രദ്ധേയമായിട്ട് ഞങ്ങൾക്ക് തോന്നി. ഈ പ്രവാചകനിൽ നിന്ന് ഞങ്ങൾ മനസ്സിലാക്കിയ കാര്യം, പ്രവാചകന്മാരെല്ലാം പറഞ്ഞിരിക്കുന്നതും പ്രവാചകന്മാരുടെ പ്രസംഗത്തിൻ്റെ ആകെത്തുകയായിട്ടാണ് അങ്ങ് കണ്ടത്, ഞങ്ങൾ അങ്ങേ കാണുന്നത്. യോഹന്നാൻ മരുഭൂമിയിലല്ലേ താമസിച്ചത്? പക്ഷേ അവിടുന്ന് ആകാശവും ഭൂമിയും ഉണ്ടാക്കിയ വചനം ജഡമായി തീർന്ന ദൈവമാണെന്നാണ് ഞങ്ങൾ കേട്ടത്. അങ്ങനെയെങ്കിൽ താങ്കൾ എവിടെ പാർക്കുന്നേ? ഒരു ചോദ്യമല്ലേ. വേർ ഡു യു ലീവ്? അങ്ങനെ ഒരാളിനെ ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല. അവിടെ എവിടുന്ന് പാർക്കുന്നു? ഞങ്ങൾ വിട്ടു വന്നത് ലോകം കണ്ട ഏറ്റവും വലിയ മികച്ച പ്രവാചകനെയാണ്. എന്നാൽ ഞങ്ങൾ ഒരുമ്പെടുമ്പോൾ അങ്ങ് ചോദിക്കുകയാണ്, എന്തന്വേഷിക്കുന്നു അല്ലേ? വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു വാക്കുകളായിട്ടിരിക്കുന്നു. അങ്ങ് ഞങ്ങൾ കേട്ടത് പിതാവിൻ്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ എന്നാണല്ലോ. അങ്ങനെയെങ്കിൽ അവിടുന്ന് എവിടെ ജീവിക്കുന്നത്? അതറിയാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. രാത്രി നമുക്ക് കർത്താവിനോട് പറയാം. നമ്മുടെ അറിവിന് വളരെ പരിജ്ഞാനവും കൃപയുമുള്ള നമുക്ക് അതിനനുസരിച്ച് കർത്താവിനോട് ചോദിക്കാം, അങ്ങ് ഇത്ര വലിയവനാണെങ്കിൽ വേർ ഡു യു ലീവ് ലോർഡ്? നമ്മുടെ കർത്താവ് പറഞ്ഞ വാക്കുകൾ വളരെ ശ്രദ്ധേയമാണ്. യു കം ആൻഡ് സീ. നിങ്ങൾ വന്ന് കാണുക. എൻ്റെ പ്രിയപ്പെട്ടവരെ, തിരുവെഴുത്ത് പറഞ്ഞിരിക്കുന്നു, അവർ വന്നു, അവർ കണ്ടു, അവർ അവനോടുകൂടെ പാർത്തു. ഞാൻ ഈ വാക്യം വായിച്ചപ്പോൾ എൻ്റെ ഹൃദയത്തിൽ വന്ന ചോദ്യം, തിരിഞ്ഞവരോട് ചോദിക്കുക, നിങ്ങൾ കർത്താവിൻ്റെ വാക്കൊക്കെ കേട്ടിട്ട് കർത്താവിനെ അനുഗമിച്ചല്ലോ, നിങ്ങൾ ശിഷ്യന്മാർ നിങ്ങളെന്താ കണ്ടത്? നമുക്ക് അവരോടും ചോദിക്കാം. ഷാൽ വി ലുക്ക് ടു ദ വേർഡ്? തിരുവെഴുത്തുകളിലേക്ക് നമ്മുടെ ശ്രദ്ധ. അവരെന്തോ കണ്ടു. ഞാൻ 3-4 വാക്യങ്ങളെ വായിക്കുന്നുള്ളൂ. എൻ്റെ എക്സ്പ്ലനേഷൻ ഒന്നും കൂടാതെ നമുക്ക് ആ വാക്യത്തിലേക്കാം. യോഹന്നാൻ്റെ സുവിശേഷം തന്നെ 1-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യം വളരെ പരിചിതമാണ്. ആ വാക്യം രാവിലെ നമ്മളൊന്ന് വായിച്ചതാണ്. 1-ന്റെ 14-ാമത്തെ വാക്യം, വന്നു കാൺമീൻ. അവർ പറയുന്നു, ഞങ്ങൾ ചെന്നു, കണ്ടു, കൂടെ താമസിച്ചു, ഞങ്ങൾ കണ്ടു. എന്താ 14-ാമത്തെ വാക്യം? അവിടെ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്. എന്നെ ഒന്ന് സഹായിച്ചാലും നന്നായിട്ടിരിക്കും. ഇവിടെ നമ്മൾ വായിക്കുന്നത്, വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി ഞങ്ങളിടയിൽ പാർത്തു. ഞങ്ങൾ അവൻ്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായവൻ്റെ തേജസ്സായി കണ്ടു. ഞങ്ങൾ കണ്ടു. വന്ന് കാണണം. നിങ്ങൾ കണ്ടോ? കണ്ടു. നിങ്ങളെന്തോ കണ്ടു?
ഒട്ടകരോമവും കൊണ്ടുള്ള ഉടുപ്പും തോൽവാറും ഒക്കെ ധരിച്ചിരുന്ന ഈ പ്രവാചകനെ ഞങ്ങൾ കണ്ടു. എന്നാൽ ഞങ്ങൾ കണ്ടു, എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ കണ്ടു പിതാവിൻ്റെ മടിയിലിരിക്കുന്ന ഏകജാതനെ ഞങ്ങൾ കണ്ടു. ദി ഓൺലി ബിലവഡ് ഓഫ് ഗോഡ് ഹു സിറ്റ്സ് at the bosom of the Father, we have seen him. എത്ര അനുഗ്രഹീതമായ ഒരു കാര്യമാണ്. കർത്താവിൻ്റെ വിളി കേട്ട് ആ സാധാരണക്കാരായ മനുഷ്യരെ പോയപ്പോൾ അവർ കണ്ട ആ കാര്യം. രണ്ടാമതൊരു വാക്യം ഞാൻ വായിച്ചോട്ടെ, പ്രാർത്ഥനയോടെ ഇരിക്കാം. വളരെ ലളിതമായ ചില കാര്യങ്ങളാണ് വായിച്ചപ്പോൾ എനിക്ക് കിട്ടിയതെന്നാണ് തോന്നുന്നത്. അതുകൊണ്ട് എനിക്കത് നിങ്ങളെ പറഞ്ഞ് തൃപ്തിപ്പെടുത്താൻ കഴിയുമോ എന്നുള്ള ഭയത്തിലാണെങ്കിലും ദൈവാത്മാവിന് ബാലൻ്റെ കയ്യിലെ 5 അപ്പവും 2 മീനും കൊണ്ട് തൃപ്തിപ്പെടുത്താനായിട്ട് കഴിയും. 16-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, ഞങ്ങൾ കണ്ടു. തീർന്നില്ല, അവർ വെറുതെ കണ്ടിട്ടിഞ്ഞ് തിരിച്ചു വന്നെന്നല്ല ആ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. അവൻ്റെ നിറവിൽ നിന്ന് നമുക്കെല്ലാവർക്കും കൃപമേൽ കൃപ ലഭിച്ചു. കണ്ടു കൃപമേൽ കൃപ. എത്ര അനുഗ്രഹീതമായ ഒരു ചിന്തയാണ്. വന്ന് കാണുക എന്ന് പറഞ്ഞാൽ, വന്നാൽ ദൈവപുത്രന്റെ മഹത്വം കാണും. വചനം ജഡമായി തീർന്നവൻ, the word has become flesh and dwelt among us. We saw his glory, the only begotten of the Father. മാത്രമല്ല, the full of grace and truth. കൃപ നിറഞ്ഞവൻ, കൃപയും സത്യവും നിറഞ്ഞവൻ. ആ കൃപയും സത്യവും നിറഞ്ഞവൻ്റെ അടുത്ത് ചെന്നാൽ എന്തു പറ്റും? ഈ വാക്യത്തിൽ 16-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു, അവൻ്റെ നിറവിൽ നിന്ന് നമുക്കെല്ലാവർക്കും കൃപമേൽ കൃപ. ഇന്ന് രാത്രി പ്രിയപ്പെട്ടവരെ, ഞാനിവിടെ നിൽക്കുന്നത് ആ കൃപ കൊണ്ട്. കൃപമേൽ കൃപ. അപ്രാപ്തരെ പ്രാപ്തരാക്കി തീർക്കുന്ന നമ്മുടെ കർത്താവിൻ്റെ കൃപ എത്ര വലുതാണ്. വേറൊരു വാക്യം നമുക്ക് വായിക്കാം. 1-ാം അധ്യായം അതിൻ്റെ 41-ാമത്തെ വാക്യം. ആ ചിന്ത വിടരുത്. വന്ന് കാണുവീനെന്ന് പറഞ്ഞപ്പോൾ ശിഷ്യന്മാർ ചെന്ന് കണ്ടു. നമ്മളവരോട് ചോദിക്കുകയാണ്, നിങ്ങൾ എന്തോ കണ്ടു? അവർ പറഞ്ഞു, ഞങ്ങളവൻ്റെ തേജസ് കണ്ടു. അങ്ങനെയല്ലേ പറഞ്ഞിരിക്കുന്നത്? ഞങ്ങളവൻ്റെ തേജസ് കണ്ടു, ഏകജാതനായവൻ്റെ തേജസ്സായിട്ട് കണ്ടു. 2, ഞങ്ങൾക്ക് കൃപ ലഭിച്ചു. ഒരു കൃപയുമില്ലാത്തവരായിരുന്നു അവർ ശിഷ്യന്മാർ. വളരെ ആ വാക്കടിവരയിടാം, കൃപമേൽ കൃപ. കർത്താവെ, ഇന്ന് രാത്രി ഞാൻ അവിടുത്തെ സന്നിധിയിലിരിക്കുകയാണ്. കേട്ടോണ്ടിരിക്കുക മാത്രമല്ല, എനിക്കിന്ന് ആവശ്യം എന്ന് പറഞ്ഞിരിക്കുന്നത് ആ കൃപമേൽ കൃപയാ. ആരത് പ്രാർത്ഥിക്കും? നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. വന്നതുപോലെ ഞാൻ ഒരിക്കലും മടങ്ങിപ്പോകാനുള്ള വരരുത് കർത്താവെ, എനിക്ക് കൃപമേൽ കൃപ തരണം. ഞങ്ങൾ അവൻ്റെ നിറവിൽ നിന്ന്. എത്ര അനുഗ്രഹീതമായൊരു കൃപയാണെന്നറിയാം. അവൻ്റെ നിറവ് തന്നോട് അപേക്ഷിക്കുന്നവർക്കൊക്കെയും നൽകുവാൻ തക്കവണ്ണം അവൻ സമ്പന്നനാണ്. സ്റ്റോക്കില്ല, ഇപ്പം തരാൻ നിവർത്തിയില്ല, പിന്നൊരിക്കൽ വാ എന്നൊരിക്കലും നമ്മുടെ കർത്താവ് പറയുകയില്ല. അവൻ്റെ അടുക്കൽ വരുന്നവർക്കെല്ലാം ധാരാളമായിട്ട് കൊടുക്കുവാൻ നമ്മുടെ കർത്താവ് സമ്പന്നനാണ്. ഞങ്ങൾ കണ്ടു. 41-ാമത്തെ വാക്യമാണല്ലോ നമ്മൾ ഇനിയും വായിക്കേണ്ടത്. അവർ എന്തു കണ്ടു എന്ന് നമുക്ക് നോക്കാം. 1-ാം അധ്യായം അതിൻ്റെ 41-ാമത്തെ വാക്യമാണ്. അത് 41-ാമത്തെ. ഓ, വെരി ഗുഡ്, താങ്ക് യു. ഞങ്ങൾ, ആ വാക്ക് എന്നെ വളരെ ശ്രദ്ധിച്ചു. ഞങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു. അമേരിക്കയെ കണ്ടെത്തിയ കാര്യമൊക്കെ നമ്മൾ ചരിത്രത്തിൽ പഠിച്ചിട്ടുണ്ട്, അല്ലേ? അത് വലിയൊരു കണ്ടെത്തലായിട്ട്. യൂറോപ്പിലൊക്കെ ജീവിച്ചിരുന്ന ബുദ്ധിമുട്ടിയ ആളുകൾ അമേരിക്ക എന്നൊരു കോണ്ടിനെന്റ് കണ്ടെത്തിയപ്പോൾ എന്തൊരിതായിരുന്നു. ഐ ബിലീവ് ഇറ്റ് ഇസ് കൊളംബസ്. ഐ ജസ്റ്റ് ഫോർഗെറ്റ്. ഓക്കെ, ഞങ്ങൾ കണ്ടെത്തി. അപ്പോൾ ഈ വേദവാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്. ഞങ്ങൾ കണ്ടു. എന്താ കണ്ടു? 41-ാമത്തെ വാക്യം വളരെ വ്യക്തമാണ്. ഞങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു മശിഹായെ. ലോക ചരിത്രത്തിൽ ആദാമ്യകാലം മുതൽ സകല മനുഷ്യരും ആഗ്രഹിച്ചിരുന്ന, കാണാൻ താല്പര്യപ്പെട്ടിരുന്ന മശിഹായെ എന്ന് വച്ചാൽ ക്രിസ്തുവിനെ കണ്ടെത്തി. വന്ന് കാണുക എന്ന് കർത്താവ് പറയുമ്പോൾ അവൻ അരികെ വരുത്തുകയും കാണേണ്ടതുപോലെ നമ്മെ കാണുവാനായിട്ട് കർത്താവ് ഇടയാക്കി തീർക്കുകയും ചെയ്യും എന്നും നമ്മൾ വായിക്കുന്നു. വേറൊരു സാക്ഷ്യത്തിലേക്ക് വരാം.
1-ാം അധ്യായം അതിൻ്റെ 45-ാമത്തെ വാക്യം. കണ്ടവരുടെ സാക്ഷ്യമാകട്ടോ, അല്ലേ? കണ്ടവരുടെ സാക്ഷ്യമാണ്. 1-ന്റെ 45-ാമത്തെ വാക്യം. ഫിലിപ്പോസ് നഥനയേലിനെ കണ്ടിട്ട് ന്യായപ്രമാണത്തിൽ മോശയും പ്രവാചകന്മാരും എഴുതിയിരിക്കുന്നവനെ കണ്ടെത്തിയിരിക്കുന്നു. ഞങ്ങൾ കണ്ടെത്തി. എന്തോ കണ്ടെത്തി? ഇവിടെ നമ്മൾ വായിക്കുന്ന ഒരു കാര്യം, മോശയും പ്രവാചകന്മാരും എന്ന് പറഞ്ഞാൽ ഞങ്ങൾ മോശയും, ആ വാക്യം അങ്ങനെയല്ലേ പറഞ്ഞിരിക്കുന്നത്? വളരെ ശ്രദ്ധേയമായിട്ട് അവിടെ പറഞ്ഞിരിക്കുന്നു, മോശയും പ്രവാചകന്മാരും എഴുതിയിരിക്കുന്നവനെ ഞങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ തിരുവെഴുത്തുകളുടെ ആകത്തുകയായവനെ ഞങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു. വി ഹാവ് ഫൗണ്ട് ദ മോസ്റ്റ് എസെൻഷ്യൽ പേഴ്സൺ ദാറ്റ് സ്ക്രിപ്ചർ സ്പീക്സ്. എത്രയോ അനുഗ്രഹീതമായ കാര്യം. കർത്താവ് പറഞ്ഞു, മോശയും സങ്കീർത്തനത്തിലും പ്രവാചകന്മാരും എന്നെക്കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്. അത് കണ്ടെത്തുവാൻ അവർക്ക് സാധിച്ചു. 4 വാക്യങ്ങൾ നമ്മൾ വായിച്ചു. കർത്താവ് അവർ കണ്ടെത്തിയ കാര്യമാണ്. ഞാനൊരു വാക്യം കൂടെ ആ വാക്യത്തിൽ നിന്ന് വായിക്കട്ടെ. യോഹന്നാൻ എത്ര അനുഗ്രഹീതമായ നിലയിലാണ് തൻ്റെ വായനക്കാരെ കർത്താവിലേക്ക് ആകർഷിക്കുന്നത് എന്നുള്ളതും വളരെ ശ്രദ്ധേയമാണ്. കർത്താവ് 1-ാം അധ്യായത്തിൻ്റെ അവസാന വാക്യങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുവരികയാണ്. 1-ാം അധ്യായത്തിൻ്റെ 51-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. 51-ാമത്തെ വാക്യം ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രന്റെ അടുക്കൽ ദൈവദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നതും നിങ്ങൾ കാണും എന്നും അവനോട് പറഞ്ഞു. നിങ്ങൾ കണ്ടു. പ്രവാചകന്മാർ പറഞ്ഞ ആകത്തുക നിങ്ങൾ കണ്ടു. മശിഹായെ കണ്ടു. പിന്നെ എന്ന് പറഞ്ഞ് അവിടെ പല കാര്യങ്ങൾ കർത്താവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന വാക്കുകളൊക്കെ വളരെ ശ്രദ്ധേയമായ ഞങ്ങൾ അവൻ്റെ തേജസ് കണ്ടു എന്നൊക്കെ പറഞ്ഞിരിക്കുന്നു. കർത്താവ് പറഞ്ഞു, അതുമാത്രമല്ല ഇനിയും നിങ്ങൾ കാണും എന്ന് പറഞ്ഞാൽ ആ വാക്യം വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമായിട്ട് ഇവിടെ ഇരിക്കുന്നു. നഥനയേലിനോടാണ് കർത്താവ് ഈ വാക്കുകൾ പറഞ്ഞത്. നഥനയേലിനെ കുറിച്ചൊക്കെ പറഞ്ഞ വാക്കുകൾ വളരെ ശ്രദ്ധേയമാണ്. സാക്ഷാൽ ഇസ്രായേലിൻ, ഇവനിൽ കപടമില്ല എന്നൊക്കെ പറഞ്ഞു. കർത്താവ് പറഞ്ഞ ഒരു കാര്യം വളരെ ശ്രദ്ധേയമാണ്. ഞാൻ നിന്നെ വിളിക്കുന്നതിന് മുമ്പേ നീ അത്തിയുടെ കീഴിലിരിക്കുമ്പോൾ ഞാൻ നിന്നെ കണ്ടു എന്ന് നമ്മൾ വായിക്കും. പഴയ നിയമപ്രകാരം വളരെ സുരക്ഷിതമായ ഒരു അനുഭവത്തെയാണ് അത്തിയുടെ ചുവട്ടിലിരിക്കുക എന്ന് പറയും, മരച്ചുവട്ടിലിരിക്കുക എന്ന് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ റബിമാരുടെ ഭാഷയിൽ അത്തിയുടെ കീഴിലിരിക്കുക എന്ന് പറഞ്ഞാൽ വചനം പഠിച്ചുകൊണ്ടിരിക്കുക എന്നാണ്. അതിനെയല്ല ഞാൻ നിന്നെ കണ്ടു, നീ ദൈവവചനമായിട്ട് വളരെ ശ്രദ്ധയോടുകൂടെ ഇരുന്ന് വചനം ധ്യാനിക്കുന്നത് ഞാൻ കണ്ടു. നീ തിരുവെഴുത്തുകളിലെ അത്ഭുതങ്ങളെ കാണുവാൻ വളരെ ശ്രദ്ധയോടെ താല്പര്യത്തോടെ അന്വേഷിക്കുന്ന ഒരാളാണ് എന്ന് പറഞ്ഞു. കർത്താവ് പറയാണ്, നീ കണ്ടു, നീ കാണും എന്നുള്ളത് വളരെ ശ്രദ്ധേയമാണ്. സ്വർഗം തുറന്നിരിക്കുന്നത് നീ കാണും എന്ന് പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ സ്വർഗം തുറന്നിരിക്കുന്ന ദിവസങ്ങൾ വരാൻ പോകുന്നു എന്ന് പറയാം. ബട്ട് ഇൻ അതർ വേർഡ്സ് ഇറ്റ് ഈസ് യു വിൽ ഹാവ് എ ഹയർ റെവലേഷൻ. നിനക്ക് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വചനപഠനത്തിൽ നിന്ന് ലഭിച്ചതിനേക്കാൾ ഉന്നതമായൊരു പ്രകാശം നിനക്ക് സ്വർഗം തരാനായിട്ട് പോകുന്നു. അതെന്താണെന്നറിയാമോ? നീ കണ്ടെത്തിയ, നിങ്ങൾ അന്വേഷിക്കുന്ന ഈ നിന്റെ മുമ്പിൽ നിൽക്കുന്ന ഈ മനുഷ്യപുത്രൻ ഉണ്ടല്ലോ, ആ മനുഷ്യപുത്രന്റെ പ്രത്യേകത, ഭാവി പ്രത്യേകത എന്ന് പറഞ്ഞിരിക്കുന്നത് വന്ന് കാണുക എന്ന് പറയുമ്പോൾ നിങ്ങൾ കാണും. ഇവിടെ നമ്മൾ വായിക്കുന്ന സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രന്റെ അടുക്കൽ ദൈവദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നത് നിങ്ങൾ കാണും എന്നും അവിടെ കർത്താവ് പറഞ്ഞു. യാക്കോബിൻ്റെ സ്വപ്നത്തോട് ബന്ധപ്പെട്ട് യാക്കോബ് ഒരു ഏണി കണ്ടു. ആ ഏണിയിൽ ദൈവദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നു. ഇവിടെ കർത്താവ് തന്നെ ആ സ്വപ്നത്തോട് സാദൃശ്യപ്പെടുത്തി പറഞ്ഞിരിക്കുകയാണ്. സ്വർഗവും ഭൂമിയും ഉണ്ടല്ലോ, ആ സ്വർഗവും ഭൂമിയുമായിട്ട് ബന്ധിപ്പിക്കുന്ന ആ കണ്ണിയാണ് നീ. ഒരു ദിവസം അത് അക്ഷരാർത്ഥത്തിൽ കാണും. ഇന്ന് നമ്മൾ ആത്മീയമായിട്ടാണ്
ദൈവപുത്രനെ കാണും. ദൈവപുത്രനെ അറിയുന്നവരാണ് കർത്താവിൻ്റെ എന്നെ അറിയുകയും സ്വർഗത്തിലെ വിഷയങ്ങൾ. എന്നാൽ സ്വർഗം തുറന്നിരിക്കുന്ന സ്വർഗവും ഭൂമിയുമായിട്ട് നമ്മുടെ കർത്താവിനെയും മടങ്ങി വരുമ്പോൾ ആ 1000 ആണ്ട് വാഴ്ചയിൽ അക്ഷരാർത്ഥത്തിൽ ഒരു ഗോവേണി പോലെ സ്വർഗവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരനുഭവമായിട്ട് കാണും. ആ മേലിലുള്ള യെരൂശലേം ഭൂമിയിലേക്ക് വരുമ്പോൾ എന്തൊരു അനുഗ്രഹീതമായ ഒരനുഭവമായിട്ട് അതിരിക്കുമെന്നാണ് ഈ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന ആ ശ്രദ്ധേയമായ ആ കാര്യം. കർത്താവ് പറഞ്ഞു, നിങ്ങൾ കാണും. എന്ത് കാണും? നിങ്ങൾ എൻ്റെ നിത്യരാജ്യം കാണും. നിങ്ങൾ എന്നെ അനുഗമിക്കാനായിട്ട് പ്രവാചകന്മാരെ മറ്റ് പലതിനെയൊക്കെ ഉപേക്ഷിച്ചു വന്നെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ ആ മഹത്തരമായ എൻ്റെ രാജ്യം നിങ്ങൾ കാണും. നിന്ന് സാധാരണക്കാരനായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നെങ്കിലും ലോകത്തിൻ്റെ മുഴുവൻ ആധിപത്യം ഏറ്റെടുത്ത് രാജാവായിട്ട് നാം മത്തായിയുടെ സുവിശേഷം 17 അധ്യായത്തിൽ നമ്മൾ വായിക്കുന്ന പോലെ സൂര്യനെ പോലെ പ്രകാശിക്കുന്നവനായിട്ട് ലോകത്തിൽ ഒരു അലക്കുകാരനും വെളുപ്പിക്കാൻ കഴിയാത്ത നിലയിൽ തേജസ്സുള്ള വസ്ത്രമുള്ളവനായിട്ട് നിങ്ങൾ എന്നെ കാണും. മാത്രമല്ല നിങ്ങളും അന്ന് എന്നോട് കൂടെ എൻ്റെ രാജ്യത്തിൽ പങ്കാളി. മോശയും ഏലിയാവും തേജസ്കരിക്കപ്പെട്ട് നിന്നതുപോലെ പഴയ നിയമ വിശുദ്ധന്മാരും പുതിയ നിയമ വിശുദ്ധന്മാരും ഒരുപോലെ ചിലർ തേജസ്കരിക്കപ്പെട്ടവരായിട്ടും ചിലർ തേജസ്കരിക്കപ്പെടാത്തവരായിട്ടും കർത്താവിനോടുകൂടെ വാഴാൻ പോകുന്ന ആ പുതിയ യെരൂശലേമിൻ്റെ മഹത്വം, 1000 ആണ്ട് വാഴ്ചയുടെ മഹത്വം നിങ്ങൾ കാണും എന്നുമാണ് പറഞ്ഞത്. വന്ന് കാണുക എന്നുള്ള ആ കാര്യം ഞാൻ കഴിഞ്ഞ വന്ന് കാണുക എന്നുള്ള തീം അല്പം കൂടെ പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. എനിക്ക് ഈ വാക്യങ്ങൾ വായിച്ച വളരെ സന്തോഷകരമായിട്ട് തോന്നി. ഈ തീം യോഹന്നാന്റെ സുവിശേഷം 1 മുതൽ 4 വരെ എന്നാണ് നമ്മുടെ തീമിൽ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ആ തീമിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊന്ന് ഓടിച്ചെങ്കിലും നമ്മൾ ചിന്തിക്കാതെ വിട്ടുപോകാനായിട്ട് സാധിക്കുകയല്ലോ. നമ്മുടെ കർത്താവ് പറഞ്ഞു, നീ വരിക, നീ എന്ത് കാണും. നമുക്ക് യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ നിന്ന് 4-ാം അധ്യായത്തിലേക്ക് ഒരു ഓട്ടപ്രതീക്ഷ നടത്താം. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം മുതൽ നമ്മൾ വായിക്കുന്നത് കർത്താവ് ഗലീലയിലെ തൻ്റെ ശുശ്രൂഷയുടെ സന്ദർഭത്തിലാണ്. കാനാവിലെ കല്യാണത്തിന് കർത്താവ് പോകുന്ന കാര്യമാണ് നാം അവിടെ വായിക്കുന്ന ആ കാര്യം. കർത്താവിൻ്റെ ശിഷ്യരായി ശിഷ്യന്മാരും ആ വീട്ടുകാരും ക്ഷണിച്ച കാര്യത്തെക്കുറിച്ചാണ് നാം അവിടെ വായിക്കുന്നത്. കർത്താവ് അവിടെ ചെന്ന ആ സന്ദർഭത്തിൽ ആ വീട്ടിലെ ഇല്ലായ്മകളെക്കുറിച്ചൊക്കെ നമുക്കറിയാം. എന്നാൽ കർത്താവിൻ്റെ സാന്നിധ്യം അവിടെ നമ്മൾ വായിക്കുന്നത് അവൻ തൻ്റെ തേജസ് അവിടെ വെളിപ്പെടുത്തി എന്ന് പറഞ്ഞാൽ എന്ത് തേജസ് അവിടെ കണ്ടേ? ഇതുവരെ പറഞ്ഞ തേജസ്സൊന്നും അല്ലത്. ആ തേജസ് എന്താ? ജീവിതത്തിൻ്റെ ഇല്ലായ്മകളെ മറ്റുള്ളവരുടെ മുമ്പിൽ ഞാനൊരു പരിഹാസ വിഷയമായി തീരും. അല്ലേ? കല്യാണത്തിന് വിളിച്ചിട്ട് വേണ്ടവർക്ക് വേണ്ടതുപോലൊക്കെ കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അതൊരു നിന്നാ വിഷയമാണ്. അങ്ങനെ നട്ടം തിരിഞ്ഞിട്ടുള്ളൊരു അനുഭവം നിങ്ങളുടെ ജീവിതത്തിലുണ്ടോ? ഞാൻ ഇനിയും എന്തു ചെയ്യും എന്ന് വിഷമിച്ച് വേർത്ത ദിവസങ്ങളുണ്ടോ? കർത്താവിന് സ്ഥാനം കൊടുക്കുന്നെങ്കിൽ അവൻ്റെ സാന്നിധ്യം ഇല്ലായ്മകളെ സമർത്ഥിയാക്കി തീർക്കും. വെറും സാധാരണ കാര്യങ്ങളെ, വെള്ളത്തെ മണമില്ലാത്ത, ഗുണമില്ലാത്ത, രുചിയില്ലാത്ത, നിറമില്ലാത്ത വെള്ളത്തെ നിറമുള്ള, ഗുണമുള്ള, മണമുള്ള അനുഗ്രഹ വീഞ്ഞാക്കി തീർക്കുവാനായിട്ട് നമ്മുടെ കർത്താവിന് സാധിക്കും. വന്ന് കാണുക, ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുവാൻ എനിക്ക് കഴിയുന്ന ആ കാര്യം. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തെ കർത്താവ് എത്രമാത്രം രൂപാന്തരപ്പെടുത്തി അല്ലേ? നമ്മുടെ ജീവിതത്തെ നമുക്ക് നോക്കാം. ഏതെല്ലാം നിലകളിൽ, നമ്മുടെ ആത്മീയമാകട്ടെ ഭൗമികമാകട്ടെ, നമ്മുടെ ഒന്നുമില്ലായ്മകളിൽ കർത്താവേ ഞാൻ എൻ്റെ ജീവിതം ഇല്ലാതായി പോകുമല്ലോ എന്ന് കരഞ്ഞ ദിവസങ്ങളെ ഓർത്തിട്ടില്ലേ? ഡോണ്ട് ഫോർഗെറ്റ് ദോസ് ഡേയ്സ്. അല്ല, അതിനെ, ആ മാറയെ, ആ കണ്ണുനീരിനെ, ആ വിയർപ്പിനെ, മറ്റുള്ളവരുടെ മുമ്പിൽ ഞാൻ ഭയപ്പെട്ട സന്ദർഭത്തെ ഏറ്റവും അനുഗ്രഹമാക്കി തീർത്ത കർത്താവിൻ്റെ മഹത്വം, അവൻ തൻ്റെ മഹത്വം വെളിപ്പെടുത്തി എന്ന് നാം വായിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൻ്റെ 13 മുതൽ 25 വരെയുള്ള വാക്യങ്ങളിൽ നാം വേറൊരു കാര്യമാണ് നാം അവിടെ കാണുന്നത്.
നമ്മുടെ കർത്താവ് ആദ്യത്തെ വെള്ളത്തെ വീഞ്ഞാക്കിയത് ഗലീലയിൽ വെച്ചാണെങ്കിൽ 2-ാം അധ്യായത്തിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ യെരുശലേമിലാണ്. കർത്താവിന് വിസ്തൃതമായ ഒരു ശുശ്രൂഷ ഉണ്ടായിരുന്നു അല്ലേ? നമുക്കറിയാം, ഭൂമിശാസ്ത്രം അറിയുന്നവർക്കറിയാം, ഇത് രണ്ടും 2 വ്യത്യസ്തമായ സ്ഥലങ്ങളാണ്. അവിടെ കർത്താവ് ചെന്നിട്ട് 2-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യം, കർത്താവിൻ്റെ മഹത്വം കാണുവാൻ കർത്താവ് നമ്മുടെ കണ്ണുകളെ തുറക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദേവാലയത്തിൽ ചെന്ന് കച്ചവടക്കാരുടെ ഒരു രംഗമായിട്ട് തീർന്ന ആ ദേവാലയത്തിൽ കർത്താവ് പ്രവേശിച്ചു പറഞ്ഞ വാക്കുകൾ ശ്രദ്ധേയമാണ്. ഇതിവിടെ നിന്ന് കൊണ്ടുപോകുവിൻ, എൻ്റെ പിതാവിൻ്റെ ആലയത്തെ വാണിഭശാല ആക്കരുത്. പലരും ദൈവാലയത്തിൽ വന്നത് കർത്താവിനെ അറിയാനൊന്നുമല്ല, ഒരു ലാഭക്കച്ചവടം, ചിലതൊക്കെ നേടാൻ, ചിലതൊക്കെ മറ്റു നിലകളിൽ സാധിക്കാത്തതൊക്കെ ഇവിടെ ഈ മതം കൊണ്ട് നേടാനായിട്ട്, അതിനായിട്ടാണല്ലോ ഇവിടെ ഇതിനായിട്ട് വന്നിരിക്കുന്നത്. പ്രാവിനെയും ആടിനെയും ഒക്കെ വിറ്റ് കാശാക്കും. ഒരു നിലയിൽ ആത്മീയ വിഷയങ്ങളെയും വിറ്റ് കാശാക്കുന്നവരുടെ തലമുറയിലാണ് നമ്മൾ ജീവിക്കുന്നത്. കർത്താവിനും അവൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിനും കളങ്കം വരുത്തത്തക്ക നിലയിൽ അനേകർ ജീവിക്കുന്നു. പത്രവാർത്തകളൊക്കെ നമ്മൾ വായിച്ചിട്ടുള്ളതൊന്നും മറക്കാൻ അധികം നാളുകളായിട്ടില്ലല്ലോ. എന്നാൽ അതിൻ്റെ നടുവിൽ കർത്താവ് പറഞ്ഞ വാക്കുകൾ ഇതായിട്ട് ഇരിക്കുന്നു: എൻ്റെ പിതാവിൻ്റെ ആലയത്തെ നിങ്ങൾ വാണിഭശാല ആക്കരുത് എന്നുള്ള ആ കാര്യം വളരെ ശ്രദ്ധേയമായിട്ട് തോന്നി. തൊട്ടടുത്ത വാക്യമാണ് അവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, നമ്മൾ വായിക്കുന്ന ഒരു കാര്യം. 18-ാമത്തെ വാക്യമാണ്. യേശു അവരോട്, ഇത് ചെയ്യാമെന്ന് നിനക്ക് അധികാരം എന്താണെന്ന് അവർ ചോദിച്ചപ്പോൾ ഒരു ചോദ്യം ഒരു ശ്രദ്ധേയമാണ്. ഈ മന്ദിരം പൊളിപ്പീൻ, ഞാൻ അതിനെ 3 ദിവസത്തിനകം പണിയും എന്ന് ഉത്തരം പറഞ്ഞു. തൊട്ടടുത്ത വാക്യം യോഹന്നാൻ അപ്പോസ്തലൻ വളരെ വ്യക്തമായി ആ കാര്യം പറഞ്ഞിരിക്കുന്ന അതായതുകൊണ്ട് നമുക്ക് അതുകൂടെ ഒന്ന് വായിക്കാം. അവനോ തൻ്റെ ശരീരമെന്ന മന്ദിരത്തെക്കുറിച്ചത്രേ പറഞ്ഞത്. ഈ വാക്യം വായിച്ചപ്പോൾ അതിനെക്കുറിച്ച് വിശദമാക്കാൻ കഴിയുന്ന അനേകരിവിടെ ഉണ്ട്. എന്നാൽ എൻ്റെ മനസ്സിൽ വന്ന, എൻ്റെ ഹൃദയത്തിൽ തന്ന ഒരു ചിന്ത വളരെ ശ്രദ്ധേയം. യെരുശലേം ദേവാലയം അല്ലേ, എന്തു മനോഹരമായ ഒരു ദേവാലയമാണ്. കർത്താവ് പറഞ്ഞ ഒരു കാര്യം ഇതാണ്. അതിന്ന് വാണിഭശാലയായിട്ട് തീർന്നിരിക്കുന്നു. പിന്നീട് നമ്മൾ കർത്താവ് പറഞ്ഞ കാര്യം വളരെ ശ്രദ്ധേയമാണ്. അത് കള്ളന്മാരുടെ ഗുഹയായിട്ട് തീർന്നിരിക്കും. എന്നാൽ ഇങ്ങോട്ട് നോക്കി, കർത്താവ് തന്നോട് കുറിച്ച് തന്നെ പറഞ്ഞ വാക്കുകളായിട്ട് ഈ മന്ദിരം പൊളിപ്പി എന്ന് പറഞ്ഞതിനർത്ഥം എന്നറിയാം. ഞാൻ എൻ്റെ വാക്കിൽ പറഞ്ഞാൽ അത് വിശദമാക്കാൻ കഴിയുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. ഈ ദേവാലയത്തിലെ വിശുദ്ധ സ്ഥലം എന്ന് പറയുന്നതാണ് ലോകത്തിലെ ഏറ്റവും വിശുദ്ധ സ്ഥലം. അവിടെയാണ് ദൈവം വസിക്കുന്നത്. കർത്താവ് ഇങ്ങോട്ട് നോക്കി, ദൈവം വസിക്കുന്നത് എൻ്റെ ഈ ജഡത്തിലാണ്. യോഹന്നാൻ അപ്പോസ്തലൻ പറഞ്ഞ വാക്കുകൾ മാത്രമല്ല, കൊലോസി ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യത്തിലുള്ളൂ, ദൈവത്തിൻ്റെ സർവസമ്പൂർണതയും അവനിൽ ദേഹരൂപമായിട്ട് വസിക്കുന്നു. വാട്ട് ഡു യു നോ അബൌട്ട് ദ ഹോളി പ്ലേസസ്? ലോകത്തിൽ അനേക ആളുകൾ വിശുദ്ധ സ്ഥലങ്ങളെ അന്വേഷിച്ച് പോകാറുണ്ട്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഞാൻ വളരെ താഴ്മയോട് പറയട്ടെ, ലോകം കണ്ട ഏറ്റവും വിശുദ്ധ സ്ഥലമെന്ന് പറഞ്ഞിരിക്കുന്നത് യെരുശലേമിലെ ദേവാലയമല്ല. ഇറ്റ് ഈസ് ദ ബോഡി, ദ പ്രസൻസ് ഓഫ് അവർ ലോർഡ്. ഇൻ ഹിം ദ ഫുൾനെസ് ഓഫ് ഗോഡ് ഡ്വെൽറ്റ്. കർത്താവ് പറഞ്ഞു, ഈ ശരീരം ദൈവത്തിൻ്റെ മന്ദിരം, അത് പൊളിക്കണം, അത് നശിപ്പിക്കണം നിങ്ങൾ. അങ്ങനെയാണ് പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്നത്. നിങ്ങളതിനെ നശിപ്പിക്കുമ്പോൾ, നിങ്ങളതിനെ അശുദ്ധമാക്കാനായിട്ട് ശ്രമിക്കുന്നു എന്ന് തോന്നുമ്പോൾ, ഞാൻ അതിനെ 3 നാൾ കൊണ്ട് പണിയും എന്ന് പറഞ്ഞിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ പാപത്തിൻ്റെ പരിഹാരം, ദൈവാലയം നമുക്ക് വേണ്ടി പൊളിക്കപ്പെട്ടു, ദൈവാലയം നമുക്ക് വേണ്ടി തകർക്കപ്പെട്ടു. അവനെ തകർത്ത് കളവാൻ റോമാക്കാർക്ക് ഇഷ്ടം തോന്നുന്നല്ല, അവനെ തകർത്ത് കളവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നുന്നു. അതുകൊണ്ടാണ് ദൈവപുത്രൻ്റെ യാഗം അത് പരമയാഗമായിട്ട് തീർന്നു. പരിശുദ്ധൻ, പരമോന്നതൻ, ദൈവത്തിൻ്റെ സർവസമ്പൂർണതയും ദേഹരൂപമായിട്ട് വസിക്കുന്നവൻ,
യഹൂദന്മാരുടെയും ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും കയ്യാൽ അത് പൊളിക്കപ്പെടും. എന്നാൽ മൂന്നാം നാൾ അതിനെ കർത്താവ് പണിയും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, യെരുശലേം ദേവാലയത്തെ ശുദ്ധീകരിക്കുന്ന പ്രക്രിയ വളരെ ശ്രദ്ധേയമായിട്ട് നമുക്ക് തോന്നുന്നുണ്ടെങ്കിലും ദൈവപുത്രൻ മരിച്ചതുകൊണ്ടാണ് പാപം നിറഞ്ഞ നമ്മുടെ ശരീരം, നമ്മുടെ ജീവിതം, അശുദ്ധ ജീവിതം വിശുദ്ധമാക്കപ്പെട്ടത് എന്നുള്ളത് വളരെ ശ്രദ്ധേയമാണ്. ഞാനാണ് സാക്ഷാൽ ദേവാലയം. ആ ദേവാലയത്തിൻ്റെ മരണനിമിത്തം, പുനരുത്ഥാന നിമിത്തം നാമും ദൈവാലയങ്ങളായിട്ട് മാറി. നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങൾ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ല. ആ സത്യം ശിഷ്യന്മാരോട് പറഞ്ഞു കൊടുക്കുന്നതിനായിട്ടാണ് കർത്താവ് ആ കാര്യം ചെയ്തത് എന്നും നമ്മൾ വായിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിലേക്ക് ഞാൻ നേരം നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. അവിടെ നിക്കോദിമോസിനോട് കർത്താവ് പറഞ്ഞ വാക്കുകളാണ്. ധാരാളം പ്രസംഗങ്ങൾ നമ്മൾ അതിനോടുള്ള ബന്ധത്തിൽ കേട്ടിട്ടുണ്ട്. എന്നാൽ കർത്താവ് പറഞ്ഞ നിങ്ങൾ വന്ന് കാണുവീനെന്ന് പറഞ്ഞപ്പോൾ കർത്താവിൻ്റെ മഹത്വം അവരെങ്ങനെ കണ്ടു എന്നുള്ളതാണ് അവിടെ ശ്രദ്ധേയമായ ഒരു കാര്യം. അവിടെ പറഞ്ഞിരിക്കുന്നത് വീണ്ടും ജനനോടുള്ള ബന്ധത്തിൽ, അല്ലെങ്കിൽ നീ വീണ്ടും ജനിക്കണം, പുതുതായിട്ട് ജനിക്കണം എന്ന് പറഞ്ഞ കാര്യത്തിൽ കർത്താവ് വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമായിട്ട് അവിടെ വെളിപ്പെടുത്തി. ഞാൻ 2-3 വാക്കുകളിൽ അതൊന്ന് വായിക്കാൻ ആഗ്രഹിക്കും. ഒത്തിരിയും കാര്യങ്ങൾ നമുക്കറിയാം. എങ്കിലും 3-ാം അധ്യായം അതിൻ്റെ 14-15 വാക്യങ്ങൾ. നമ്മുടെ കർത്താവ് തൻ്റെ മഹത്വം ഭൂമിയിൽ വെച്ച് കർത്താവിൻ്റെ മഹത്വം ഏറ്റവും വെളിപ്പെട്ട ഒരു കാര്യമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് വളരെ പരിചിതമായ വാക്കുകളാണ് 3-14-15 വാക്യങ്ങൾ. മോശ കർത്താവ് പറഞ്ഞ ഒരു കാര്യമുണ്ട്, വന്ന് നിങ്ങൾ കാണണം. എന്താ കാണണമെന്നറിയാമോ? നിങ്ങൾ എൻ്റെ മരണത്തിൻ്റെ മഹത്വം കാണണം. നമ്മുടെ കർത്താവിൻ്റെ മഹത്വമാണ്, മരണമാണ് ഏറ്റവും വലിയ മഹത്വം എന്നുള്ളത് നമുക്കറിയാം. എബ്രായലേഖനം നമുക്കറിയാം, എല്ലാവർക്കും വേണ്ടി മരണം ആസ്വദിപ്പാൻ ദൂതന്മാരിലും അല്പമൊരു താഴ്ച വന്നവനായ യേശു മരണം അനുഭവിച്ചതുകൊണ്ട് നാം അവനെ മഹത്വവും ബഹുമാനവുമാണ്. നമ്മുടെ കർത്താവിൻ്റെ മരണമാണ് അവൻ്റെ മഹത്വം. അതെങ്ങനെ നടക്കുമെന്ന് പഴയ നിയമത്തിൽ നിന്ന് കൃത്യമായിട്ട് മോശ മുഖാന്തരം വെളിപ്പെടുത്തിയിരിക്കുന്ന സത്യങ്ങൾ ഉണ്ട്. അതെങ്ങനെ മരിക്കും? ജനത്തിൻ്റെ നടുവിൽ ഉയർത്തപ്പെട്ട മരക്കുരിശിൽ മോശ സാമ്പ്രസർപ്പത്തെ ഉയർത്തിയതുപോലെ ഉയർത്തുമ്പോൾ നമുക്ക് രക്ഷ വരും എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ആ വാക്യത്തിൻ്റെ തൊട്ടടുത്ത വാക്യം ശ്രദ്ധേയമാണ്. 15-ാമത്തെ വാക്യം, അങ്ങനെ ഉയർത്തപ്പെട്ട ക്രൂശിതനായി തീർന്ന കർത്താവിങ്കിലേക്ക് ആര് വിശ്വാസത്താൽ നോക്കുമോ, 15-ാമത്തെ വാക്യം, തൽക്ഷണം അവൻ നിത്യജീവൻ പ്രാപിക്കും. എന്തൊരു വലിയ മഹത്വമാണ്! മതങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നു എന്തെല്ലാം ആചാരാനുഷ്ഠാനങ്ങൾ ചെയ്യണം. പക്ഷെ മോശ മുഖാന്തരം വെളിപ്പെട്ട ഒരു സത്യം, യു ഡോണ്ട് കം ഡൂയിങ് എനിത്തിങ്, ഐ ഡോണ്ട് വാണ്ട് യു ടു ഡു എനിത്തിങ്. വെൻ യു ഡൈ ഇൻ യുവർ സെൽഫ്, മേ ബി യു ആർ ബ്രീത്തിങ് ദ ലാസ്റ്റ്, just look at the cross. Just look at the cross. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മളോ നമ്മുടെ മാതാപിതാക്കന്മാരോ ചെയ്ത പുണ്യകർമ്മത്തിൻ്റെ ബഹുത്വത്താലല്ല നമ്മൾ നോക്കേണ്ടവനെ നോക്കി, കാണേണ്ടത് കണ്ടു. ശാപകരമായ നിലയിൽ കൊല്ലുന്ന ആ സർപ്പത്തിന് പകരമായിട്ട് ഉയർത്തപ്പെട്ടവൻ എന്നുള്ള ആ കാര്യം എത്രയോ ശ്രദ്ധേയമായിട്ട് ഉള്ള ഒരു കാര്യമാണ്. അത് പരിശുദ്ധാത്മാവിനാൽ കാണണം, നോക്കണമെന്നുള്ളത് ശരി തന്നെയാണെങ്കിലും ഈ അധ്യായത്തിൽ 5-ാം വാക്യം, 6-ാം വാക്യം, 8-ാമത്തെ വാക്യം, ആത്മാവിനാൽ നീ ജനിക്കണം. നമ്മൾ നമ്മുടെ സ്വന്തം കണ്ണുകൊണ്ട് കണ്ടാൽ മാത്രം പോരാ, പരിശുദ്ധാത്മാവിനാൽ അത് കാണണം, പരിശുദ്ധാത്മാവിനാൽ ജനിക്കണം എന്നാണ് ആ കാര്യം പറയുന്നത്. അങ്ങനെ വിശ്വാസത്താൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ദൈവവചനത്തെ വിശ്വസിച്ച് ഒരു പാപി കുരിശിലേക്ക് നോക്കുമ്പോൾ അവൻ വിശ്വാസത്താൽ രക്ഷിതനായി തീരുമെന്നുള്ള ആ സത്യം നീ കാണും. വന്ന് കാണുക. എൻ്റെ മഹത്വം എന്ന് പറയുന്നത് വാസ്തവത്തിൽ അതാണ് എന്നും പറഞ്ഞിരിക്കുന്നു. 29-ാമത്തെ വാക്യം, ആ മരിച്ചവൻ്റെ അടുക്കിലേക്ക് വന്ന് കുരിശിങ്കിലേക്ക് നോക്കുമ്പോൾ എന്തോ കാണും.
അവനെ ജീവിതത്തിൻ്റെ ആത്മമണവാളനായിട്ട് കാണും. 29 വാക്യത്തിൽ അതല്ലേ പറഞ്ഞിരിക്കുന്നത്. കർത്താവിനോട് ചോദിച്ച ചോദ്യം വളരെ ശ്രദ്ധേയമാണ്. ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകാനില്ല. മണവാട്ടിയുള്ളവൻ മണവാളൻ ആകും. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൻ്റെ സന്തോഷ വിഷയമായിട്ട്, നമ്മുടെ ജീവിതത്തിൻ്റെ അനുഗ്രഹമായിട്ട്, നമ്മുടെ ജീവിതത്തിൻ്റെ തലയായിട്ട് ഒരു സ്ത്രീക്ക് ഭർത്താവ് തലയായിത്തീരുന്നത് പോലെ സ്വർഗത്തിലെ ദൈവപുത്രൻ നമുക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ സകലത്തിനും കാരണമായിട്ട്, സന്തോഷ കാരണമായിട്ട് തീർന്നു എന്നും നമ്മൾ വായിക്കുന്നു. ആ ചിന്ത വളരെ ശ്രദ്ധേയമായിട്ട് എനിക്ക് തോന്നിയത് കൊണ്ട് ഇന്ന് രാത്രി ഞാൻ ആ കാര്യം ഓർപ്പിക്കാം. ക്രൂശിതൻ ഇന്ന് നമ്മൾ സാധാരണ ഇന്നലെ ഞാനൊരു അസംബ്ലിയിൽ പോയപ്പോഴും ആ പാട്ട് പാടി. ഡ്രോ മീ നിയറർ ടു ദ ക്രോസ് എന്ന് പറഞ്ഞിരിക്കുന്ന അടുത്ത വാക്യം എന്നാ, ഡ്രോ മീ നിയറർ ടു ദി ബ്ലീഡിങ് സൈഡ്. നമ്മൾ പാട്ടൊക്കെ പാടുന്നെങ്കിലും ആരാ പാട്ട് എഴുതിയതെന്ന് നമ്മൾ ഓർക്കാറില്ല. അത് പാട്ട് വചനവിരുദ്ധമാണ്. We don't draw near to the drawing, the bleeding side. He never bleeds again. Once he died. റോമൻ കത്തോലിക്കർ പഠിപ്പിക്കുന്നതും പാടുന്ന പാട്ടുകളിലൊന്നാണ് സത്യത്തിൽ. നമ്മുടെ അസംബ്ലിയിലെ പുസ്തകത്തിലും പാട്ടുപുസ്തകത്തിലും അതുണ്ട്. We don't draw near to the bleeding side of the Lord. Once he died, that is enough. He sits at the right hand of the Father. He is there. In his presence there is joy ആൻഡ് റിജോയ്സിങ്. മണവാളനുള്ളവൻ കർത്താവിനോട് ചോദിച്ച ഒരു കാര്യമാണ്, നിന്റെ അനുയായികളൊക്കെ എന്താ ഉപവസിക്കാത്ത? കർത്താവ് പറഞ്ഞു, മണവാളനുള്ളപ്പോൾ ആരെങ്കിലും ഉപവസിക്കുമോ? ഞാൻ അതിലേക്കൊന്നും പോകാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. എന്തൊരു വലിയ സന്തോഷമെന്നാ തൊട്ടടുത്ത വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഈ എൻ്റെ സന്തോഷം പൂർത്തിയായിരിക്കും. എനിക്ക് കർത്താവിനെ കണ്ടെത്താൻ ഇടയായിട്ട് തീർന്നു. ഒരു വിവാഹത്തിൽ ജീവിത പങ്കാളിയെ കണ്ടെത്തിയതിൻ്റെ സന്തോഷത്തെക്കാൾ എത്രയോ വലിയ സന്തോഷം ലോകം വേണ്ട എന്ന് പറഞ്ഞവൻ, ഇവനെ ഞങ്ങൾക്ക് വേണ്ട, ഇവൻ്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും വരട്ടെ എന്ന് പറഞ്ഞവൻ നമ്മുടെ ജീവിതത്തിൻ്റെ ആത്മമണവാളനായിട്ട്. അതുകൊണ്ട് എന്താ പറ്റി? പാപമോചനം ലഭിച്ചു, നിത്യജീവൻ ലഭിച്ചെന്ന് മാത്രമല്ല, സ്വർഗത്തിൻ്റെ എല്ലാ അവകാശികളായിട്ടും നമ്മൾ തീർന്നു. എത്രയോ അനുഗ്രഹിക്കപ്പെട്ട ഒരു ചിന്തയായിട്ട് അതിരിക്കുന്നു എന്നുള്ളത് നമുക്ക് നോക്കാം. ലെറ്റ്സ് കം ടു ചാപ്റ്റർ 4. ഈ തീം 4-ാം അധ്യായം വരെയാണെന്നാണ് ഈ തീമിൽ എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ആ വാക്യത്തിലേക്ക് വരികയാണ്. ഒരു പക്ഷേ ഈ തീമിലെ പഠനത്തിൽ അല്പം താമസം ഉണ്ടെങ്കിലും വളരെ പതുക്കെ ആ കാര്യം ചിന്തിക്കുന്നതാണ് നല്ലത് എന്ന് എൻ്റെ ഹൃദയത്തിൽ ദൈവാത്മാവ് തന്ന ചിന്ത ഞാൻ ഇന്ന് ഓർപ്പിക്കുക. ലെറ്റ് മീ ആസ്ക് യു, വാട്ട് ഈസ് ദ പ്രസന്റ് മിനിസ്ട്രി ഓഫ് ദ ലോർഡ്? നമ്മുടെ കർത്താവ് എന്തോ ചെയ്യുന്നേ? വാട്ട് ഈസ് ഹി ഡൂയിങ്? ചാപ്റ്റർ 4 അതിൻ്റെ ഒരു ചിത്രമായിട്ടാണ് എനിക്ക് യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തെ കാണാനായിട്ട് സാധിച്ചത്. കർത്താവ് പറഞ്ഞു, യു കം ആൻഡ് സീ. വെൻ യു കം, ഡു യു നോ വാട്ട് യു വിൽ സീ? യു വിൽ സീ ദ തേഴ്സ്റ്റ് ഓഫ് ദ ലോർഡ്. നമ്മുടെ കർത്താവ് ദാഹിക്കുന്നു. ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾ വന്ന് കാണണം. എൻ്റെ ദാഹം, എൻ്റെ കരുതൽ, എൻ്റെ സ്നേഹം, എൻ്റെ ആർദ്രത. അതെന്താ കർത്താവ്? എന്തോ അങ്ങയുടെ ആർദ്രത? അവഗണിക്കപ്പെട്ട, ആരോരും അടുപ്പിക്കാത്ത, ഇവർ നശിച്ച ശാപഗ്രസ്തരായ മനുഷ്യരാണെന്ന് പറഞ്ഞ് തള്ളിക്കളയുന്ന ശമര്യക്കാരെ തേടിപ്പോകുന്ന സ്നേഹം. അതിലേറ്റവും മോശപ്പെട്ടവൾ വരുന്ന സമയം നോക്കി ആ നട്ടുച്ച നേരത്ത്, ബാക്കി സ്ത്രീകളൊന്നും വരാത്തപ്പോഴാണ് ഈ സ്ത്രീ വന്നതെന്നാണ് പണ്ഡിത മതം. അതവിടെ ഇരിക്കട്ടെ. കർത്താവ് ആ ഉച്ച നേരത്ത് അവിടെ ചെന്നു. രാത്രി ഈ സന്ധ്യാസമയത്ത് കർത്താവ് പറയും, നീ വരൂ, എനിക്ക് ലോകത്തോടുള്ള, നിങ്ങളോടുള്ള. എൻ്റെ പ്രിയപ്പെട്ടവരുടെ, ലോകത്തിലെ ഉന്നതരുടെ കൂട്ടത്തിലാണെങ്കിൽ ഞാൻ ഇന്ന് രാത്രി ഇവിടെ നിൽക്കത്തില്ലായിരുന്നു. അവഗണിക്കപ്പെട്ടവരെ, തള്ളിക്കളയപ്പെട്ടവരെ സ്നേഹിക്കുന്ന കർത്താവ് അവരുടെ പിന്നാലെ പോകുന്ന നമ്മുടെ കർത്താവ്.
സമൂഹത്തിന് ഇനിയും വേണ്ട എന്ന് പറഞ്ഞ് അവഗണിക്കുന്നവരെ തേടിയെത്തുന്ന സ്നേഹം, ആ ജീവജലം അവർക്ക് നൽകുന്ന സ്നേഹം എത്രയോ അനുഗ്രഹിക്കപ്പെട്ടതാണ്. ആ ശമരിയയിലെ സ്ത്രീയെ കർത്താവ് നേടിയപ്പോൾ, ഒരു ആദ്യ ഫലമെന്നുള്ള നിലയിൽ കണ്ടപ്പോൾ നമ്മൾ വായിക്കുന്നത് ആ ദാഹം ആ ഒരു ആ ശമരിയക്കാരത്തിയിൽ അവസാനിച്ചില്ല. ആ പട്ടണം മുഴുവൻ കർത്താവിങ്കിലേക്ക് വരാനായിട്ട് ഇടയായി തീർന്നു. ഐ ലവ് ദ വേഴ്സ് 42, 42-ാമത്തെ വാക്യം. അവരൊരു കാര്യം പറഞ്ഞു, സ്ത്രീയെ, ഞങ്ങൾ ഇപ്പോഴ് നിന്റെ വാക്കുകൊണ്ടല്ല വിശ്വസിക്കുന്നത്. ഞങ്ങൾ കണ്ടും ഞങ്ങൾക്ക് ബോധ്യമായൊരു കാര്യം, ഇവൻ സാക്ഷാൽ ലോകരക്ഷിതാവെന്ന് ഞങ്ങൾ അറിയുന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, എത്രയോ അനുഗ്രഹിക്കപ്പെട്ട ഒരു കാര്യമായി, ഹി ഈസ് ദ സേവിയർ ഓഫ് ദ വേൾഡ്. ഹി വാണ്ട്സ് എവ്രി വൺ. ഭക്തിയുള്ള, ആത്മീയ കാര്യങ്ങൾ വളരെ മുമ്പിൽ നിൽക്കുന്ന, ദൈവവചനത്തിൻ്റെ വളരെ പരിജ്ഞാനമുള്ള അവരെയും തേടിയെത്തുന്ന കർത്താവ് യഹൂദന്മാരെ രക്ഷിക്കുന്നു. എന്നാൽ സമൂഹത്തിൽ ഇനി യാതൊരു ആശയ്ക്കും വകയില്ല, ആരും ഇനി ഞങ്ങളെ അടുപ്പിക്കത്തില്ല എന്ന് വിചാരിക്കുന്നവരുടെ അടുക്കൽ വന്ന് അവരെയും ഉയർത്തി അവർ മുഖാന്തരം തൻ്റെ ദൗത്യം ലോകത്തിൽ കൊടുക്കുന്ന നമ്മുടെ കർത്താവിൻ്റെ മഹത്വം എത്രയോ വലുതാണ് എന്ന് നമുക്ക് കാണാം. നമ്മുടെ കർത്താവിൻ്റെ മഹത്വം എന്താ ഈ വാക്യത്തിൽ? വന്നു കാണുക. ഞാൻ എൻ്റെ വാക്കുകൾ അധികം ദീർഘിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ഹീ വിസിറ്റ്സ് എവ്രി വൺ ഇൻ നീഡ്. എല്ലാവരുടെയും അടുക്കിലേക്ക് വരുന്നു എന്ന് പറഞ്ഞാൽ ശരിയാണോ? അങ്ങനെ വരേണ്ട കാര്യമുണ്ടോ? അങ്ങനെ വന്നിട്ടാണോ നിങ്ങൾ രക്ഷിക്കപ്പെട്ടു? ഞാൻ രക്ഷിക്കപ്പെട്ടു. കർത്താവ് നമ്മളെ അടുത്ത് വന്നു. ആ സത്യം വെളിപ്പെടുത്തിയാണ് യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം അവസാനിപ്പിക്കുന്നത്. യു സീ ദാറ്റ്? അവിടെ ഉന്നതനായ ഒരാളിൻ്റെ മകന് താണജാതിയിൽ താണവരെ മാത്രമല്ല ഉന്നതരെയും, അവിടെ വളരെ ശ്രദ്ധേയമായ പല കാര്യങ്ങൾ നമ്മളവിടെ വായിക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. 4-ാം അധ്യായത്തിൻ്റെ 50-51 വാക്യങ്ങൾ മാത്രം ഒരു അല്പം ശ്രദ്ധ നമുക്ക് അവിടെ 51-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, വലിയ ഉന്നതനായ രാജഭൃത്യൻ്റെ കാര്യമൊക്കെയാണ് ഇവിടെ നമ്മൾ വായിക്കുന്നത്. മരിക്കുന്നവനെക്കുറിച്ച് പറഞ്ഞ ഒരു കാര്യം വളരെ ശ്രദ്ധേയമാണ്. പല പ്രാവശ്യം അവിടെ പറഞ്ഞിരിക്കുന്നു, നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നു, നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നു. ആ വാക്യത്തിൽ എന്തോ പ്രത്യേകത എന്നറിയാമോ? ആ പറഞ്ഞ വാക്യത്തിൽ തന്നെ വിദൂരതയിലിരുന്ന രാജഭൃത്യൻ്റെ ദാസന് സൗഖ്യം വന്നു എന്ന് നമ്മൾ വായിക്കും. ദിസ് ഇസ് വാട്ട് ഐ അണ്ടർസ്റ്റാൻഡ്. ആ രണ്ടാമത്തെ അടയാളത്തിൻ്റെ പ്രത്യേകത എന്നറിയാമോ? ഹി നീഡ് നോട്ട് ഹാവ് ടു വിസിറ്റ് അസ് ഫിസിക്കലി ഓൾ ദ ടൈം. ഹി ഈസ് ദെയർ ഇൻ ഹെവൻ. ഹിസ് വേർഡ് ഈസ് സഫിഷ്യന്റ്. അവൻ വാക്ക് കൽപ്പിച്ചാൽ ആ വാക്കിന് കീഴ്പ്പെടാത്ത ഒരധികാരവും സകലവും കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തൻ്റെ വ്യാപാര ശക്തി എത്രയോ അനുഗ്രഹീതമായി. ശൗലിനെ കണ്ടെത്താൻ നമ്മുടെ കർത്താവ് ദമസ്കോസിൻ്റെ പടിവാതിക്കലെത്തി. ബട്ട് ദാറ്റ് നോട്ട് നെസസറിലി വിത്ത് ഈച്ച് ആൻഡ് എവറി വൺ ഓഫ് us. His word is enough. He commands and everything is created. When he commands, every problem, sicknesses and every difficulties were turned into blessing. Will you close your eyes? Shall we all close our eyes, please? Shall we bow in the presence of God? നമുക്ക് ഒരുമിച്ച് തലകളെ വണക്കാം. കർത്താവേ, അവിടുത്തെ വചനം എത്ര വലുതാണ്. എത്ര പ്രാവശ്യം കേട്ടാലും അത് പുതിയ പുതിയ സത്യങ്ങൾ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരുന്നത്. അവിടെ നിന്ന് വരാൻ പറഞ്ഞപ്പോൾ, വന്ന് കാണുക എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ കണ്ടു. കർത്താവ് പറഞ്ഞു, നിങ്ങൾ ഇനിയും കാണും. മനുഷ്യപുത്രൻ രാജത്വത്തിൽ ദൂതന്മാരാൽ ശുശ്രൂഷിക്കപ്പെട്ട് അഖില ലോകത്തെ അഖിലാണ്ടത്തെ വാഴുന്നത് മഹത്വം നിങ്ങൾ കാണും. എന്നാൽ ആ മഹത്വം മാത്രമല്ല, പ്രായോഗിക ജീവിതത്തിൽ, ദൈനംദിന ജീവിതത്തിൽ ശുദ്ധീകരിക്കാൻ, ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളെ രൂപാന്തരപ്പെടുത്താൻ, വീണ്ടെടുപ്പിൻ്റെ മഹത്വം വെളിപ്പെടുത്താൻ,
അവഗണിക്കപ്പെട്ടവരെ താങ്ങിയെടുക്കാൻ, അല്ല ജീവിതത്തിൽ ഇനിയും ആശയ്ക്കൊരു വകയുമില്ല എന്ന് പറഞ്ഞ് മരണത്തിൻ്റെ മുമ്പാകെ പകച്ചു നിൽക്കുമ്പോൾ നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ വിദൂരതയിലിരിക്കുന്ന ദാസനും സൗഖ്യം വരുത്താൻ തക്കവണ്ണം ഞാൻ എത്ര മഹത്വമുള്ളവനാണെന്ന് നീ കാണും. നമ്മുടെ മക്കളോടുള്ള ബന്ധത്തിൽ, നമ്മുടെ ആവശ്യങ്ങളോടുള്ള ബന്ധത്തിൽ നമുക്ക് മറ്റാരെയും അന്വേഷിച്ച് പോകാൻ ആവശ്യമില്ലാത്തതിൽ എത്ര മഹത്വമുള്ളത്, എത്ര സൗരസം. തന്നെ അപേക്ഷിക്കുന്നത് ഞാൻ നേരത്തെ ഓർപ്പിച്ച പോലെ തന്നോട് അപേക്ഷിക്കുന്നവർക്കൊക്കെയും നൽകാൻ തക്കവണ്ണം സമ്പന്നൻ. നമ്മെ ആദരിച്ച് ആത്മീയവും അനുഗ്രഹവും മായ നിലകളിൽ നടത്തുന്ന കർത്താവിന് സ്തോത്രം പറയാം. ദൈവകൃപയാലും നിങ്ങളുടെ പ്രാർത്ഥനയാലും അല്പചില വാക്കുകൾ നമുക്ക് ഒരുമിച്ച് ചിന്തിപ്പാൻ കർത്താവിടെയാക്കി നമുക്ക് നമ്മെ തന്നെ സമർപ്പിച്ച് നമുക്ക് അടുത്ത പ്രോഗ്രാമുകളിലേക്ക് പോകാം. കർത്താവിൻ്റെ നാമം ഇന്ന് വന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രാർത്ഥിക്കാം. എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു. ഞാൻ അവയെ അറിയുകയും അവ എന്നെ അനുഗമിക്കുകയും ചെയ്യും. ഞങ്ങളോട് സംസാരിച്ചതുകൊണ്ട് നന്ദി. സ്തോത്രം കർത്താവേ. ഞങ്ങൾക്ക് മറ്റെങ്ങും ഇനിയും അന്വേഷിക്കേണ്ട കാര്യമില്ല. അന്വേഷിപ്പേൻ, നിങ്ങൾ കണ്ടെത്തും. മതി കർത്താവേ, ഞങ്ങൾക്ക് മതി. വിശ്വസ്തരായി, വിശുദ്ധരായി, ദൈവവചനത്താൽ കഴുകപ്പെട്ടവരായി, ആത്മാവിനാൽ നിറഞ്ഞവരായി, പാപത്തോട് പോരാടി കർത്താവിൽ ആശ്രയിച്ച് ഞങ്ങൾ ജീവിക്കും. ഈ നല്ല സന്ധ്യയെ അവിടുന്ന് ഞങ്ങൾക്ക് തന്നു. വചനത്തെയും അവിടുത്തെ ദാസനിൽ കൂടെ അറിയിക്കുവാൻ അങ്ങ് പ്രസാദിച്ചു. പിതാവേ, അങ്ങെത്രയോ വലിയവൻ, അങ്ങെത്രയോ മഹത്വമുള്ളവൻ. ആർക്കും വേണ്ടാതിരുന്നപ്പോൾ, ആശ്രയമില്ലാതിരുന്നപ്പോൾ ഞങ്ങളെ തേടി ലോകത്തിലേക്ക് വരുവാൻ അവിടുത്തെ പുത്രനെ അയച്ചു. കാൽവറിയിലെ വേദന ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുകയില്ല. അത്രത്തോളം അവിടുന്ന് ഞങ്ങളെ സ്നേഹിച്ചു. മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് ഹല്ലേലൂയ സ്വർഗത്തിൽ ജീവിക്കുന്നു. ഞങ്ങളെ ചേർപ്പാൻ അവിടുന്ന് വേഗം വരികയും ചെയ്യും. ആ പ്രത്യാശയോടുകൂടെ ഞങ്ങൾ ഈ രാത്രിയിൽ പിരിഞ്ഞു പോകട്ടെ. മഹത്വവും മാനവും ബലവും ബഹുമാനവും ഞങ്ങൾ അങ്ങയുടെ തൃപ്പാദപീഠത്തിൽ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവും രക്ഷിതാവുമായിരിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ.